മനസ്സമാധാനം തരൂല. ഇതൊക്കെ കൊണ്ട് നടക്കൂ. ഞാനിപ്പോ എന്താണ് അവരോട് പറഞ്ഞേ? ചെക്കനെ കൊണ്ട് ഞാൻ പോയിട്ട് എന്ത് ചെയ്യാൻ എന്റെ ഒരു വിധി. അവിടെ വിളിച്ചു കാട്ടണ്ട. ഇവിടെ പെരക്കാരില്ല ചോറ് കഴിക്കാനേ. ഉമ്മ പഴിച്ചിട്ട് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഒന്നാം കണ്ണാക്കിട്ട് കേട്ടില്ലേ? ഇതിട്ട് വേടാ ഞാൻ അവിടുന്ന് കൊഞ്ചല കാട്ടണല്ലേ? ഈ പെരക്കാന്നല്ലേ വരുമല്ലോ. ഇത് വേറെ കൊടുക്കാൻ പോകില്ലല്ലോ. ഇത് വാങ്ങിക്കാൻ തരികയാണ് മതി ചടിച്ചു വരികയും. നിങ്ങളെ അങ്ങനെ ഒറ്റക്ക് എടുക്കണ്ടട്ടാ. നിങ്ങൾക്ക് അത് ഒറ്റക്കാണ് തിന്നണം. അത് നടക്കൂല. നിങ്ങളെ തന്നെ വയറക്കുണ്ട്. നിങ്ങൾ ആ സുഹൃത്തിലൊന്നും നടക്കൂല അമ്മ. നിങ്ങൾക്കൊന്നും കാട്ടൂല, ചുക്കും കാട്ടൂല. ഞാൻ വരൂ. ഞാൻ രാത്രി പിന്നും വരും. പിന്നെ ഇങ്ങോട്ടല്ല ഞാൻ കൊടുക്കാൻ വരിക. എന്താ കുഞ്ഞാപ്പോ ആളെ പേടിപ്പിക്കാൻ ഒന്നല്ലടാ. ഇമ്മ എന്താ സൂത്രക്കാരത്തിന്നറിയാ? ഇമ്മാന്റെ സൂത്രം ഇന്റെ അടുത്ത് നടക്കൂല. എന്താ പ്രശ്നം? ഇമ്മ ഒന്നും പരിചയം എന്താ വെച്ചാൽ ഒന്നും ഇല്ല അറിയോ. ചായ എടുക്കാൻ നേരത്ത് ഒന്നും ഇല്ലടാ, മിച്ചറില്ല, വായക്കന്നൂർക്കില്ലാന്ന് അറിയൂ. ഇപ്പൊ ഞാൻ എന്നോട് പറയാനേ, ഞാൻ ചെന്നപ്പോളേ വായക്കന്നൂർക്കുണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, അച്ചപ്പുണ്ടല്ലോ അതൊക്കെ ഉണ്ട്. 2-3 ഗ്ലാസ് ചായ ഒഴിച്ച് വെച്ചതും കഴിഞ്ഞതും ഇരിക്കണ്. ഒരു ഗ്ലാസ് ചായ ഉണ്ട്. ഞാൻ അതൊക്കാണ്ട് കുടിച്ച് തിന്ന് തീർത്ത് മിച്ചറും ഇതൊക്കെ തിന്ന് ഇമ്മാക്ക് എടുത്ത് വെച്ചിട്ടില്ല. ഒക്കെ തിന്ന് അത് ഇനി ഇമ്മ എന്നൊരു ചീത്ത അറിയാം. ഒക്കെ തിന്നു ഞാൻ. ഇമ്മാക്ക് ഗ്യാസ് എടുത്തേക്കായിട്ടല്ല. ഇമ്മ പറയാനല്ലോ എന്ത് പണിയാടാ ചെയ്തത്? ബിസ്ക്കറ്റും വാക്കുന്നവർക്ക് തിന്നാൻ പാടുണ്ടടാ. എന്തൊക്കെ വായിച്ചാലും പിന്നെ തിന്നണ്ടേ? എന്നോട് പറയാം ചോറ് നബീന്ദിനെ കഴിഞ്ഞിട്ട് എന്താണ് ബിരിയാണി നെച്ചോറ് കൊറേ കിട്ടീന്ന്. അത് ഓരോരുത്തർ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് അടുത്തുള്ള പേരയില്. അവിടെ ഫ്രിഡ്ജ് ഒന്നും ചെയ്യാം. എന്നിട്ട് അത് ചൂടാക്കിട്ട് ബാക്കിയും തിന്ന്. അത് ഞാൻ രാവിലെ എനിക്ക് ഉമ്മ അറിയ കേട് വരും, എനിക്ക് വേണ്ട തിന്നോന്ന് അറിഞ്ഞിട്ട് ഞാൻ രാവിലെ തിന്ന്. അതൊക്കെ തിന്നതിന്റെ പുറമേണിത്. ഇത് കേട്ട് പിന്നെ എനിക്ക് പൈക്കൂലേ. ഇത് ഞാൻ നേരത്തെ ഉമ്മാട് ചോദിച്ചു, ഉമ്മ അന്ന് ചായന്റെ കടിക്ക് അല്ല മിച്ചറെ വാക്കുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നാണ്. ഇമ്മ അറിയാള ഇവിടെ ഒന്നുമില്ല കുഞ്ഞാപ്പോ, ഒരു വസ്തു ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോ ഞാൻ പുറത്തേക്ക് പോയപ്പോ ഇതൊക്കെ കാണുന്നത് തിന്ന് കഴിഞ്ഞപ്പോ ഉമ്മ പറയാ അത് കല്യാണം പറയാ ആരെ വന്നിന്നത്രേ, കുടുംബക്കാരാരാ ഓർക്ക് കൊടുത്ത വാക്കിയത്രേ. ഓർക്ക് കൊടുത്തില്ലേ അത് ഞാൻ തിന്നതിനിപ്പോ എന്തല്ലേ? അതിന് ഉമ്മ പറയാലോ എടാ കുരുത്തം കെട്ടതേ, അത് ഉമ്മ അയൽവാസി പെരല്ലേ, ആ പെരയിൽ ഇമ്മ ഇങ്ങനെ അവലാതിരിക്കത്ര ചായക്ക് കടി ഒന്നും ഇല്ലല്ലേ റബ്ബേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അപ്പൊ അയൽവാസി താത്ത പറഞ്ഞത്ര, താത്ത നിങ്ങള് പേടിക്കണ്ട, ഇവിടെ കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് ഓരിക്കണ്ട് വെച്ചു കൊടുത്തോളി എന്നിട്ട് ആ താത്ത വർക്കോർത്ത് കൂടെ കൊണ്ടു കൊടുത്തോട്ടാ. മറ്റൊരു കാണാതെ കൊണ്ടു നിർത്താത്ര ഇമ്മ പറയാണ്. എന്നിട്ട് ഉമ്മ വിചാരിച്ചു ഓര് പോയാലും തിരിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ബാക്കിയുള്ള തിരിച്ചു കൊടുക്കാം ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഓര് പോയപ്പോ ഞാൻ വിചാരിച്ച് ഇതൊക്കെ ഉമ്മ കൊടുന്നല്ലേ ഒക്കെ തിന്ന്. ഇപ്പൊ ഉമ്മ പറയണം ഞാൻ എന്താ ചെയ്യാ റബ്ബേ, ഓരോട് എന്താ പറയാന്, ഈ കുഞ്ഞാപ്പൊക്കെ എടുത്ത് തിന്നില്ലേ? ഇമ്മ അറിയോ ഒരു കൂട്ടല്ലേ എത്ര വായക്കുന്നോർക്കും അത് ഇതൊക്കെ ഒക്കെ മേടിക്കണ്ടേ? ഉമ്മ അറിയാം വായക്കുന്നോർക്കിനൊക്കെ എന്താ വിലയാന്ന്, നല്ല വില എത്ര. അതിന് ഇന്നെ വിരാഗാണ് ഉമ്മ, ഞാൻ തിന്നു അറിഞ്ഞിട്ട്. ഇമ്മ ഇങ്ങനെ ഉമ്മാക്ക് ഓർക്കണ് മേടിച്ചു കൊടുത്താ പോരെ? പൈസ ഉണ്ടാവില്ല മേടിച്ചു കൊടുക്കാൻ. പോയിക്കൂടെ നമ്മക്കില്ലേ? പാവാണ്, അത്രക്ക് വിജയ പണിക്ക് പോകൂല. ഞാൻ നാളെ പണികൾ ഞാൻ പോക്കില്ല. കാൽമ ചവിട്ടി പോക്കില്ല. അതിന് മോനെ പട വെട്ടിന് അവിടെ നിന്നിട്ട് എനിക്ക് ഇനി ഒന്നും തരില്ലാന്നിട്ട് അവിടെ കിടന്ന് കരയിന് ഞാൻ അവിടുന്ന് ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടില്ലേ? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ പൈസപ്പൊക്കെ തിന്നിപ്പോ തിന്നതും എടുക്കാൻ പറ്റൂലല്ലോ, അതിന്റെ വയറ് നിറഞ്ഞില്ലേ? അല്ലെങ്കിൽ മനെ മോനല്ലേ ഞാൻ മക്ക കണ്ട് ആലോചിച്ചാ പോരെ. വെള്ളം വെച്ച് പോണത് കുറച്ച് രാശാത്തടന്ന് പോയേക്കാണ്ട്. എന്നിട്ടോ അവിടെ കുറച്ച് അവിടെ നിന്ന് വർത്താനം പറയുന്ന കൊറേ നേരം വരും. അപ്പൊ മന ഇതൊക്കെ മാറൂലേ? ആയിരിക്കും നേരം മന പോയിട്ട് സമാനപ്പെടുത്തിക്കൂടെ നമുക്ക്? പിന്നെ പേടിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഷൈനേച്ചിന്റെ കാര്യത്തിൽ അറിഞ്ഞ എന്താണ്? ഷൈനേച്ചി ഓരേ ഇന്നെ വിളിക്കാതെ
ഇന്ന ഓണത്തിന് വിളിക്കാതെ ഒരു ഗുരുവായൂർക്ക് പോയില്ല. ഗുരുവായൂർക്ക് പോയിട്ട് അവർക്ക് അങ്ങനെ വേണം, അവർക്ക് ഓണസദ്യ കിട്ടിയില്ല. അവർക്ക് നല്ല ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ അത്രക്കും തിരക്കും കാര്യങ്ങളിലെ സ്ഥലമല്ലേ. അപ്പൊ ഓണത്തിന് വന്നപ്പോ ചെന്നപ്പോ അവർക്ക് ചോറ് കിട്ടിയില്ല അത്രേ. എന്നോട് ജാനേച്ചി പറയണു എന്നോട്, തന്നെ ചോറ് കിട്ടിയില്ല, ഞങ്ങളൊക്കെ പോയിട്ട് സൈനന്റെ ഒറ്റ കുഴപ്പമാണ്. സൈനേച്ചി പറഞ്ഞത്ര അവിടുന്ന് എന്താ വഴിപാട് ചെയ്തിട്ട് അവിടുന്ന് തിന്നാന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഒരു അവിടുന്ന് എന്തോ ഒരു എന്ത് പറഞ്ഞു, ഏതോ ഒരു ഞാൻ മറന്നടാ, എന്തോ ഒരു അമ്പലത്തിന്റെ പേര് പറഞ്ഞു, എന്താണ് എന്തൊരു അമ്പലം പേര് പറഞ്ഞേ മറന്നടാ. അഞ്ഞ് വിളിക്കേ അവിടെ പോയിട്ട് അത്ര ഓരോ ഓണസദ്യ തിന്നത്. എനിക്ക് തരാത്തതിന് വരെ അങ്ങനെ വേണം അവർക്ക്, അവർ അവിടെ പോയിട്ടില്ല തിന്നത്. ഇനി അടുത്ത പോലെ എന്തായാലും ഒരു പെണ്ണ് തിന്നേക്കാരല്ലേ, അതന്നെ വിളിക്കേക്കാരല്ലേ. ചാണ്ടനെ പോയിക്കോ, ഞാൻ അങ്ങനെ പോകലടാ, എന്റെ മരുന്ന് അടിട്ടാനില്ലേ, അത് കണ്ടിട്ട് എനിക്ക് ചിരിക്കണ്ട. ഞാൻ പോട്ടെ, പോയിക്കോ, ഞാൻ ഇവിടെ പോയിക്കോ. എന്റെ അമ്മാന്റെ അടി കിട്ടാൻ എനിക്ക് ചിരിക്കണം അല്ലേ, അത് നടക്കൂല. എന്നായിക്കോട്ടെ, ഇവിടെ ഇരിക്കല്ലേ. ഞാൻ ഇവിടെ ഇരിക്കണം.